ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ കസാവ ഫുഫുവിൻ്റെ റെസിപ്പിയാണ്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കത് എത്രത്തോളം ഇഷ്ടമാവുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഉണ്ടാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പേരൊന്നും കേട്ട് മേടിക്കേണ്ട. നമ്മൾ നാടൻ കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിന്ന് കുറച്ച് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അരഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ ആദ്യം ഞാനിതിനെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് ആ ഒരു കപ്പയ്ക്ക് മുകളിൽ നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്തത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കപ്പയും കൂടെ ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാനിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇളക്കാനായിട്ട് തുടങ്ങാം. ഇതിലിപ്പോൾ ഈ റെസിപ്പിയിൽ ഇനി ഇൻഗ്രീഡിയൻസ് ഒന്നും വേറെ ആഡ് ചെയ്യുന്നില്ല. ആകെ ഇത് തന്നെയാണോ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും എങ്ങനെയാണിത് പാകമായി വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു റെസിപ്പിയിലുള്ള ഒരേ ഒരു കാര്യം. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇളക്കി നമ്മൾ കുറച്ചൊന്നാകുമ്പോഴത്തേക്കും ടൈറ്റായി തുടങ്ങും. കൈ ഇളക്കാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഫ്ലെയിം മീഡിയം ടു ലോയിൽ തന്നെ വെക്കുക. ഒന്ന് തിക്കായി തുടങ്ങുമ്പോഴത്തേക്കും മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഒരു പാകമൊക്കെ എത്തുമ്പം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഈ ഒരു സമയത്ത് നല്ല സ്ലൈമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ, നമ്മൾ ചീസൊക്കെ വലിഞ്ഞു വരുന്ന മാതിരി നല്ല രസമായിട്ട് ഇങ്ങനെ വലിഞ്ഞു വരുന്ന ഒരു പാകം എത്തുമ്പോൾ ഇത് ഏകദേശം നമ്മളുടെ ഫുഫു റെഡി ആയിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഇങ്ങനെ വരുമോ എന്നുള്ള പിടുത്തമൊന്നും ഇല്ലായിരുന്നു ചെയ്ത് തുടങ്ങിയപ്പോൾ. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നു കേട്ടോ. നമ്മൾ ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അത്ര പിടുത്തമില്ല. നമുക്കത് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നുള്ളതും അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് ഇത് ഏത് നോൺ വെജ് കറിയുടെയും കൂടെയാണ് സെർവ് ചെയ്യേണ്ടതെന്നാണ് വീഡിയോസിലൊക്കെ പറയുന്നത്. ചിക്കനോ മട്ടനോ ഫിഷോ എങ്ങനെയാണെങ്കിലും നോൺ വെജ് ആയിട്ടുള്ള കറികൾക്കൊപ്പം നല്ല കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചിക്കൻ കറി ചൂടോടെ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്, ഫുഫു എങ്ങനെയാണ്, നമുക്ക് ഇഷ്ടപ്പെടുമോ ഫുഫുവിൻ്റെ ടേസ്റ്റ്? അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഫുഫുവിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പയുടെ ടേസ്റ്റ് നമ്മൾ വേവിക്കുന്നതോ നമ്മൾ ഉടച്ചെടുക്കുന്ന കപ്പയുടെ ആ ഒരു ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ്. പക്ഷെ ആ ഒരു കറിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു രുചി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ഡിഷ് തന്നെയാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൺ ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.